ഷാനവാസും റിയാസും തമ്മിൽ ആ ഒരു ഹോട്ടൽ ടാസ്കിൽ അത്രയും വലിയ അടി നടന്നതിൽ ഷാനവാസിന്റെ ഭാഗത്തല്ലേ തെറ്റ് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആര്യൻ, ജിസേല്, അനുമോൾ ഉൾപ്പെടെ എല്ലാവരും ചോദിച്ചൊരു കാര്യം, വരുന്ന ഗസ്റ്റ് എന്ത് പറഞ്ഞാലും നമ്മൾ റിയലി സോറി സാർ എന്ന് പറയണം. ഇതാണ് ആര്യന്റെ ഒരു നിലപാട്. പക്ഷേ ഷാനവാസ് പറയുന്നതെന്ന് വെച്ചാൽ അത്ര അടിമയായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് തൊഴിലാളി യൂണിയൻ ഉണ്ട്, ഞങ്ങൾക്ക് തൊഴിലാളി സംഘടനകളുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനപ്പുറം എപ്പാർട്ട് ഫ്രം ദീസ് ഓൾ ഇഷ്യൂസ് റിയാസ് എന്തിനാണ് വന്നു കയറിയപ്പോൾ പ്രശ്നമില്ലായിരുന്നു, പിന്നെ എന്തിനാണ് ഷാനവാസിനെ ഇത്രയും പ്രൊവോക്ക് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. അതിന് ഈ ഒരു ജയിൽ നോമിനേഷന്റെ ഇടയിൽ അങ്ങനെ ഒരു ടോക്ക് സംഭവിച്ചിരിക്കുകയാണ്. ജിഷിനാണ് അത് കൂടുതലും ക്ലാരിറ്റിയിൽ ഇത് എടുത്തു പറയുന്നത്. സംഭവം വേറൊന്നുമല്ല, ഈ നെവിനും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ക്ലാഷ് അത് റിയാസ് ഡീപ്പായിട്ട് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. അറിഞ്ഞ ആ ഒരു വിഷയം ഉണ്ടല്ലോ, അതെന്തായാലും റിയാസിനെ ചൊടിപ്പിക്കും. റിയാസ് കേട്ടത് എന്തായാൽ കൂടിയും അത് ഷാനവാസ് ഒരു സദാചാര അമ്മാവനാണെന്നും പ്രോഗ്രസീവ് അല്ല, അല്ലെങ്കിൽ പ്രോഗ്രസീവ് അല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്, ഹോമോഫോബിക് ആണ് എന്നൊക്കെ റിയാസ് കൺസിഡർ ചെയ്തിട്ട് റിയാസ് മനഃപൂർവ്വം ലക്ഷ്മിയെ ഒന്ന് ട്രിഗർ ചെയ്തതുപോലെ തന്നെ ഷാനവാസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ക്ലിയർ ആയിട്ട് അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയാസ് തന്നെ പേഴ്സണലി ആ ഒരു പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു വിഷയം നടന്നതിന്റെ പേരിൽ, നെവിന്റെ വിഷയം നടന്നതിന്റെ പേരിൽ അവിടെ സംസാരിച്ചതാണെങ്കിൽ തിരിച്ചു കൊടുത്തു തന്നെ വിടത്തോളൂ എന്ന് തീരുമാനിച്ച് തന്നെ ഷാനവാസും തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയാസും ഷാനവാസും തമ്മിലുള്ള പ്രശ്നത്തിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഷാനവാസും നെവിനും തമ്മിലുള്ള പ്രശ്നമാണ് എന്നുള്ളത് ഇന്നത്തെ ആ ഒരു നോമിനേഷൻ ചെയ്യുന്നതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിന്റെ ഇടയിൽ ഒരു 1000 തവണ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്, ആര്യന്റെ അച്ഛന് ഒരു ഹോട്ടൽ ഉണ്ട് എന്നും അവിടെ ഏത് ജീവനക്കാരാണെങ്കിലും, അതിനി മാനേജർ ആയിക്കോട്ടെ, അവിടെ ഇനി മറ്റ് ക്ലീനിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, അവരെല്ലാവരും തന്നെ വരുന്ന ഗസ്റ്റിനെ ഒരു ദൈവത്തെ പോലെ കാണുകയും അവരെന്ത് ചെയ്താലും നീ വെറും വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും അത് അംഗീകരിച്ച് റിയലി സോറി സാർ എന്ന് പറഞ്ഞു വരുന്ന ഗസ്റ്റിനെ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളതെന്നും ആര്യൻ പലതവണയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആര്യന്റെ ഈ പറയുന്ന രീതിക്കാണ് അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്, ഷാനവാസിനെ അവിടെ എല്ലാവരും എതിർക്കുകയാണ് ചെയ്യുന്നതും. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. ഞാൻ അത് പോളിലും ഇതിടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതിപ്പം ഒരു പുറത്തൊരു ഹോട്ടലായിരുന്നുവെങ്കിൽ ആ ഹോട്ടലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അവിടുത്തെ തൊഴിലാളി ആരാണെങ്കിൽ തന്നെയും ഇതണക്കൊരു പ്രശ്നം ഉണ്ടാക്കി വലിച്ചെറിഞ്ഞ് ജോലി കളഞ്ഞിട്ട് പോകുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ കറന്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി ഇതൊരു ഹോട്ടലൊന്നും അല്ല, ബിഗ് ബോസിലെ ഒരു ടാസ്ക് ആണ്. അതൊരു ടാസ്ക് ആണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇതൊരു ടാസ്ക് ആണ്, താൻ എന്ത് ചെയ്താലും അത് കോണ്ടന്റ് ആണ്, അത് പ്രേക്ഷകർ വിലയിരുത്തിക്കോളും, ബിഗ് ബോസ് അത് വിലയിരുത്തിക്കോളും, അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ സംസാരിച്ചോളും എന്ന് ഷാനവാസിന് വ്യക്തമായിട്ട് അറിയില്ലേ? അപ്പോൾ ഷാനവാസ് ചെയ്തതിന് ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റിയാസ് എന്താണോ ഷാനവാസിനോട് സംസാരിച്ചത് അതിന് റിയാസിന് എതിർത്ത് തന്നെ ഷാനവാസ് ഒരു പണി കൊടുത്തു. അതിലെ നല്ലത് ചീത്ത എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പക്ഷം മനുഷ്യർക്ക് ഇത് ഹോമോഫോബിക് ആണ്, ഒരു പക്ഷം ആൾക്കാർ ഇത് തിരിച്ച് മറ്റൊരു തരത്തിലേക്ക് ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഈ പറയുന്ന ആ ഒരു വ്യാഖ്യാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നെവിനൊക്കെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ റിയാസ് പറഞ്ഞത് ശരിയായിരിക്കാം എന്നൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഈ ഒരു കേസിൽ നെവിൻ ഷാനവാസ് വിഷയത്തിൽ നെവിൻ നടത്തിയതൊരു ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ എന്ന് പറയേണ്ടത് ഷാനവാസ് ആണ്. ഷാനവാസ് അത് പല തവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആദിലയാണ് അവിടെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആദിലയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടാസ്കിന്റെ ഇടയിൽ ആ ഒരു നെവിൻ ഇത്തരത്തിൽ ബാഡായിട്ട് ബിഹേവ് ചെയ്തതായിട്ട് ആദിലയാണ് ആദ്യം ആ കാര്യം എടുത്തു പറഞ്ഞത്. ആദിലെ അത് പറഞ്ഞത് കൊണ്ട് ഷാനവാസിന് ആ ഒരു കാര്യം തന്നെ പറഞ്ഞ് നെവിനെ അവിടെ ചൂസ് ചെയ്യേണ്ടി വന്നു. ആ കാര്യം അവിടെ ഓർത്തിരിക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റിയാസും ഷാനവാസും വിഷയം അതില് ജിഷിൻ ഇടപെട്ട രീതി, ജിഷിൻ ഒരു ഹൗസ് ക്യാപ്റ്റൻ ആയിരുന്ന ഒരു നിലപാടോടെ ഉണ്ടായിരുന്നു. പക്ഷേ ജിഷിൻ എല്ലാവരുടെ അടുത്തും ന്യൂട്രൽ അടിച്ചു നിന്നു. അനീഷ് ഡയറക്ട്ലി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു. അനുമോള് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കും ഒരു പ്രത്യേക വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അനുമോൾക്ക് കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഷാനവാസ് തന്നെയായിരുന്നു. നെവിനെ അത്ര കണ്ട് സപ്പോർട്ട് ചെയ്യാൻ അനുമോള് നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നെവിനും അനുമോളും തമ്മിലും ഈ പറയുന്ന ജയിൽ നോമിനേഷന്റെ ഇടയിൽ വലിയൊരു വഴക്കുണ്ടാകുന്നുണ്ട്. ഇതേപോലെ സഡൻ നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് നെവിൻ ഈ പറയുന്ന അനുമോളിനെതിരെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അനുമോൾ
അനുമോളെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അനുമോള് പറഞ്ഞൊരു കാര്യം, അനീഷേട്ടൻ അവിടെ കിടന്ന് ബഹളം വെച്ചത് കൊണ്ടാണ് ഞാൻ ഈ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് അനീഷേട്ടന്റെ പേര് പറഞ്ഞത്, അല്ലാത്ത പക്ഷം ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു പേരെന്ന് പറഞ്ഞത് നെവിനെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതും അനുമോൾക്ക് അവിടെ നെഗറ്റീവ് ആവുകയാണ്. കാരണം അവിടെയും അനുമോൾക്ക് നിലപാടില്ല എന്നാണ് കാണിച്ചത്. ഈ തരത്തിൽ പറഞ്ഞ് അക്ബറും ഈ നെവിനും കൂടെ ചേർന്ന് അനുമോളെ ഒന്നുകൂടെ വഴക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അനുമോൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇപ്പൊ ഈ ജയിൽ നോമിനേഷന്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, റിയാസും ഷാനവാസും തമ്മിലുണ്ടായ ക്ലാഷ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടാസ്ക് ബേസ്ഡ് ആയിരുന്നോ? അങ്ങനെ ടാസ്ക് ബേസ്ഡ് ആയിരുന്നു, കംപ്ലീറ്റ്ലി ഹോട്ടൽ എന്നുള്ള ലെവലിലേക്ക് ആയിരുന്നു എങ്കിൽ ഷാനവാസ് ചെയ്തതിൽ തെറ്റുണ്ട്. പക്ഷേ റിയാസ് മനഃപൂർവ്വമായിട്ട് ഈ നെവിന്റെ കാര്യം എടുത്തിട്ട് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടിട്ടതാണെങ്കിൽ ഷാനവാസ് ചെയ്തതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ? ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ ഇനി ലാലേട്ടൻ വരണം. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നെവിൻ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ നടക്കുന്നത്? അത് മാത്രമല്ല, അനുവിന് സഡൻ നിലപാട് വേണോ, അനുമോൾക്ക് ഈ ഒരു കാര്യത്തിൽ നിലപാട് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് നെവിൻ തീരുമാനിക്കാൻ നെവിൻ ആരാണ്? ഈ ഒരു കാര്യത്തിലും നല്ലൊരു ക്ലാരിറ്റി വേണം. പിന്നെ അതുപോലെ ആദിലയാണ് ഷാനവാസിന്റെയും നെവിന്റെയും വിഷയം. അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അത്രയും പബ്ലിക്കിൽ സംസാരിച്ചത് ആദിലയാണ്. അപ്പോൾ ആദില അത് സംസാരിച്ചത് കൊണ്ട് തന്നെ ഷാനവാസിന് അത് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. പിന്നെ ആ വിഷയം അവിടെ വന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതിന്റെ പേരിൽ ആദിലയെ ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ അതിന്റെ റെസ്പോൺസിബിലിറ്റി അത്രയും അവിടെ വരുത്തി വെച്ചിട്ട് ആദില ഇപ്പോ കാല് മാറിയില്ലേ? അപ്പോൾ ആദില എന്തിനാണ് ഷാനവാസ് പേഴ്സണലി പറഞ്ഞ കാര്യം അത്രയും പബ്ലിക്കിന്റെ ഇടയിൽ സംസാരിച്ചത്? അങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ ആദില അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടിട്ട് അവസാനം നെവിനുമായിട്ട് സംസാരിച്ച് അവർ തമ്മിൽ പാച്ചപ്പ് ആവുകയും ഷാനവാസിനെ അവിടെ ഒറ്റയ്ക്കാക്കി, അല്ലെങ്കിൽ ഷാനവാസ് തെറ്റുകാരനാണെന്ന് ആദില അവിടെ പറയാൻ എന്ത് യോഗ്യതയാണ് ആദിലയ്ക്കുള്ളത്? അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാൻ സത്യത്തിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതിപ്പോ ഒരുപാട് വിഷയം ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ വിഷയങ്ങളും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ പാകത്തിനില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. പിന്നെ ഷാനവാസ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ജയിൽ നോമിനേഷന്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഷാനവാസിന്റെ നിലപാടുകൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ ഹോമോഫോബിക് ആണോ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന നമുക്ക് LGBTQ എതിർക്കുന്നോ പോസിറ്റീവായിട്ട് കാണുന്നോ, ഇതൊന്നും എൻ്റെ കൺസേൺ ആയിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഇങ്ങനൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നല്ലല്ലോ ബിഗ് ബോസിന്റെ ആപ്തവാക്യം. അതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഐ എം വെരി സോറി. കാരണം ഞാനും എൻ്റെ ഒരു നിലപാടിൽ ഈ പറഞ്ഞ LGBTQ ആ കമ്മ്യൂണിറ്റിക്ക് ഒരു ഉന്നമനം വേണം എന്നൊക്കെ ഞാനും പറയാറുള്ള വ്യക്തിയാണ്. പ്രോഗ്രസീവായിട്ടെന്നൊക്കെ ചിന്തിക്കണം എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ്. ബട്ട് ജെനുവിൻലി ഈ ഒരു ടാസ്കിന്റെ ഇടയിൽ ഇതും കൊടി പിടിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ബിഗ് ബോസ് ഹൗസിലെ ഒരു ഗെയിം അല്ലേ എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി സുനരാം. ബൈ.